മക്കയിൽ വെച്ച് ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ പ്രതിഫലത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് പറയുന്നത് ആ മക്കയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വമൻ സ്വല്ല ഫീഹ, ആ മക്കയിൽ വെച്ച് ഒരാൾ നിസ്കരിച്ചാൽ സ്വലാത്തുൻ റുഫിഅത്ത് ലഹു മിഅത്തു അൽഫി സ്വലാത്ത്, ഒരു നിസ്കാരം മക്കയിൽ വെച്ച് ഒരാൾ നിസ്കരിച്ചാൽ 1,00,000 നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന്. അപ്പോൾ 1,00,000 നിസ്കാരത്തിൻ്റെ പ്രതിഫലം നമുക്ക് മക്കയിൽ വെച്ച് ഹറമിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ നമുക്ക് ലഭിക്കും എന്ന്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പവിത്രതയാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അത്രയും കൂലിയാണ് അവിടെ ലഭിക്കുന്നത്. കാരണം ആ സ്ഥലത്തിൻ്റെ മഹത്വമാണ്. മാത്രമല്ല വമൻ സ്വാമ ഫീഹ, മക്കയിൽ വെച്ച് ഒരാൾ നോമ്പ് നോറ്റാൽ, യൗമൻ ഒരു ദിവസം നോമ്പ് നോറ്റാൽ, കതബല്ലാഹു ലഹു സൗമ മിഅത്ത അൽഫി യൗം, 1,00,000 നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കുന്നതാണ്. അഥവാ 1,00,000 നോമ്പ് നോറ്റ കൂലി അവർക്കുണ്ടാവും എന്ന്. 1,00,000 ദിവസം നോമ്പ് നോറ്റ കൂലി അവർക്ക് ലഭിക്കുന്നതാണ് എന്ന്, ഒരു നോമ്പ് നോറ്റാൽ. അപ്പോൾ എത്രത്തോളാണ് അതിൻ്റെ മഹത്വം. ഇനിയോ വമൻ തസദ്ദഖ ബിദിർഹമിൻ, ഒരു ദിർഹം ഒരാൾ മക്കയിൽ നിന്ന് സ്വതക്ക ചെയ്താൽ, കതബല്ലാഹു ലഹു മിഅത്ത അൽഫി ദിർഹമിൻ സ്വതക്ക, 1,00,000 ദിർഹം ദാനം ചെയ്ത പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കും എന്ന്. അപ്പോൾ 1,00,000 ദിർഹം ദാനം ചെയ്ത പ്രതിഫലമാണ് ഒരു ദിർഹമിന് ലഭിക്കുന്നത് എന്ന്. മാത്രമല്ല വമൻ ഖതമൽ ഖുർആന മറത്തൻ വാഹിദ, ഒരു തവണ ഖുർആൻ ഖത്മ് തീർത്താൽ, കതബല്ലാഹു ലഹു മിഅത്ത അൽഫി ഖത്മത്തിൻ, 1,00,000 ഖത്മിൻ്റെ കൂലി അവർക്ക് ലഭിക്കുന്നതാണ്. അഥവാ 1,00,000 ഖത്മ് ഓതിയതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. അത് അവിടുത്തെ മഹത്താണ്. അതാണ് ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഖുർആൻ ധാരാളം ഓതും. നോമ്പ് നോൽക്കുന്നവരുണ്ടാവും, സ്വതക്ക ചെയ്യുന്നവരുണ്ടാവും, ഇങ്ങനെ നിസ്കാരം ധാരാളം നിസ്കരിക്കുന്നവരുണ്ടാവും. അതൊക്കെ എന്താണ്, ഇത്രയും വലിയ പ്രതിഫലം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഖത്മ് ഓതിയാൽ 1,00,000 ഖത്മിൻ്റെ കൂലിയാണ് അവിടെ നിന്ന് കിട്ടുന്നത്. വമൻ സബ്ബഹല്ലാഹു തആല ഫീഹ മറത്തൻ, ഒരു തവണ ആരെങ്കിലും തസ്ബീഹ് ചൊല്ലിയാൽ, അഥവാ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, കതബല്ലാഹു ലഹു മിഅത്ത അൽഫി തസ്ബീഹത്തിൻ, 1,00,000 തസ്ബീഹ് ചൊല്ലിയ കൂലിയാണ് ലഭിക്കുന്നത് മക്കയിൽ നിന്ന്. മക്കയിലെ ഹറം എന്ന പ്രദേശത്ത് നിന്ന് നമ്മളിത് ചെയ്യുകയാണെങ്കിൽ അത്രയും വലിയ കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിലാണ് ഇത് നമുക്ക് കാണാൻ കഴിയുക. മാത്രമല്ല ഇബാദത്തിന് മാത്രമല്ല കൂലി, ഒരാൾ രോഗിയായാൽ, ഇതാ മൻ മരിള ബി മക്ക യൗമൻ വാഹിദൻ, ഒരു ദിവസം മക്കയിൽ എന്തായി, ഒരാൾ രോഗിയായിപ്പോയി, ഭയങ്കരമായിട്ട് രോഗം ബാധിച്ച് ബുദ്ധിമുട്ടായി ഒരൊറ്റ ദിവസം. എന്നാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അയാളെ അല്ലെങ്കിൽ അവളെ നരകത്തിന് അള്ളാഹു ഹറാമാക്കുന്നതാണ് എന്ന്, നരകത്തിന് ഹറാമാക്കും എന്ന്. അപ്പോൾ മക്കയിൽ നിന്ന് ഒരാൾ രോഗിയാവുക എന്ന് പറയുന്നത് അത് അവിടെ വലിയ പ്രതിഫലം കിട്ടുകയാണ്. മാത്രമല്ല മമ്മാത്ത ഫി അഹദിൽ ഹറമൈനി, 2 ഹറമുകളിൽ വെച്ച് ഒരാൾ മരണപ്പെട്ടാൽ, അഥവാ മക്കത്തോ അല്ലെങ്കിൽ മദീനത്തോ വെച്ച് മരണപ്പെട്ടാൽ, ആര്, ഹാജൻ, ഹാജി മരണപ്പെട്ടു, ഔ മൂത്തമിറ, അല്ലെങ്കിൽ ഉംറ ചെയ്ത ആൾ മരണപ്പെട്ടു, ഉംറ ചെയ്യാൻ വന്ന ആൾ, അല്ലെ ചെയ്ത ആൾ, ഹജ്ജ് ചെയ്ത ആൾ, ചെയ്യാൻ വന്ന ആൾ മരണപ്പെട്ടാൽ, ബഅസഹുല്ലാഹു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ
അല്ലാഹു തആല അദ്ദേഹത്തിനെ യാത്രയാക്കും. ലാ ഹിസാബ വല അദാബ, ഒരു ചോദ്യം ഉണ്ടാവില്ല, ഒരു ശിക്ഷയുണ്ടാവില്ല. അപ്പോൾ ഹജ്ജിന് പോയിട്ട് അല്ലെങ്കിൽ ഉംറക്ക് പോയിട്ട് ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്കെന്തില്ല? ഹിസാബ് ഇല്ല, ചോദ്യം ഉണ്ടാവില്ല. അതുപോലെ അദാബ്, ശിക്ഷയും ഉണ്ടാവില്ല എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതൊക്കെ ഹറമിൻ്റെ പവിത്രതയാണ്, മഹത്വമാണ്. മക്കയും മദീനയുടെയൊക്കെ മഹത്വമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വലിയ മഹത്വം കൊടുത്ത സ്ഥലമാണ് മക്കയും മദീനയും എന്ന് പറയുന്നത്. വലിയ പ്രതിഫലമാണ് നമുക്കവിടെ നൽകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവിടെ എത്താൻ കൊതിയാകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലും മദീനയിലും എത്താനും ധാരാളം ഖുർആൻ ഓതാനും അവിടെ നിന്ന് നിസ്കരിക്കാനും അവിടെ നിന്ന് തസ്ബീഹ് ചൊല്ലാനും അവിടെ വെച്ചുകൊണ്ട് സദഖ ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും അല്ലാഹു തആല നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.